നിയമസഭയിലേക്ക് ഒരു മണ്ഡലത്തിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് ഒരു വോട്ടർക്ക് 2 പേർക്ക് വോട്ട് ചെയ്യാം. വോട്ടർമാരുടെ എണ്ണം 1 ലക്ഷത്തിൽ കൂടുതലുള്ള മണ്ഡലങ്ങളിലായിരുന്നു ഒരാൾക്ക് 2 പേർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. സ്ഥാനാർത്ഥികളിൽ ഒരാൾ പട്ടികജാതിക്കാരനാകണമെന്നും നിർബന്ധമുണ്ടായിരുന്നു. കേരളത്തിൽ 1951 തിരുക്കൊച്ചി മദിരാശി സഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുതൽ കേരള പിറവിക്ക് ശേഷം നടന്ന 57ലെയും 60ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ദ്വയാംഗ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് ഇരട്ട അംഗത്വ മണ്ഡലമായ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്നാണ് ജയിച്ചത്. ഇവിടെ നിന്ന് പട്ടികജാതിക്കാരനായി കല്ലാളനും ജയിച്ചു. 57ലെ തെരഞ്ഞെടുപ്പിൽ ഇരട്ട അംഗത്വ മണ്ഡലമായ പൊന്നാനിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തനായ നേതാവ് ഇമ്പിച്ചി ബാവ മത്സരിച്ച് 3ാം സ്ഥാനത്തായി എന്നതും കൗതുകമാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവരണ സ്ഥാനാർത്ഥിയായി കുഞ്ഞിനെയും പൊതു സ്ഥാനാർത്ഥിയായി ഇമ്പിച്ചി ബാവയുമാണ് നിർത്തിയിരുന്നത്. പക്ഷെ ജനം തെരഞ്ഞെടുത്തത് കോൺഗ്രസിലെ പട്ടികജാതിക്കാരനായ കുഞ്ഞമ്പൂനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പട്ടികജാതിക്കാരനായ കുഞ്ഞിനെയുമായിരുന്നു. കോൺഗ്രസിലെ പൊതു സ്ഥാനാർത്ഥിയായ രാമൻ മേനോൻ 5ാമതായി താഴുകയും ചെയ്തു. അതൊക്കെ ഒരു കാലം. എന്തായാലും 1961 ഡീലിമിറ്റേഷൻ ആക്ട് നിലവിൽ വന്നതോടെയാണ് ദ്വയാംഗ മണ്ഡലങ്ങൾ ഇല്ലാതായത്.